ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിലാഷിനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളുടെ വിക്രം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അഭിലാഷിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ നിന്ന് ഗുണ്ടകളൊക്കെ കൂടെ നിന്ന് സംസാരിക്കണം. ഇവനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കാണ് നമ്മളെ വിക്രം ചെല്ലുന്നത്. വിക്രം ചെന്നിട്ടൊരു നിൽപ്പുണ്ട്, ബൈക്കിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചാരി നിന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അഭിലാഷ് കൂടുതലോട് പോയിട്ട് പറയും അടിക്കേട്ടാന്നറിയും. ഒരുത്തൻ ചെല്ലുമ്പോഴേക്കും അവനെ ചവിട്ടി മറിച്ചിടും. അപ്പോഴേക്കും അടുത്ത ചെല്ലുമ്പോൾ അവനും ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി രണ്ടുപേരെ അടിച്ചിടും വിക്രം. അങ്ങനെ അഭിലാഷിനെ പിടിക്കണം. അഭിലാഷിന് കൊടുക്കുന്നുണ്ട്, 2-3 കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ കത്തി എടുത്തിട്ട് വിക്രമിനെ ചൂണ്ടുക. അങ്ങനെ കുത്താൻ നിൽക്കുമ്പോഴേക്കും വിക്രം ആ കൈ തട്ടി മാറ്റി തിരിച്ച് പിടിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ആ കത്തി കൈക്കലാക്കി ഇങ്ങനെ കുത്താൻ നിൽക്കുമ്പോഴേക്കുമാണ് നമ്മുടെ വേദ വിളിക്കുന്നത്. വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും വേദ ചെല്ലുമ്പോൾ പോലീസുകാരും ഉണ്ടാവും. അപ്പോൾ പോലീസുകാർ വന്നിട്ട് അഭിലാഷിനെ പിടിക്കുന്ന സമയത്ത്, കണ്ടോ സാർ, ഇവനെപ്പോലത്തെ ആളെ പുറത്തേക്കിട്ട് ഇനി പീഡന കേസുകളുണ്ടാവും, ബലാത്സംഗ കേസുകളുണ്ടാവും, ഇവനെ ജാമ്യത്തിൽ വിട്ടതേ തെറ്റായി പോയി എന്ന് പറയലും അഭിലാഷിൻ്റെ മുഖം അടച്ചൊരൊറ്റ പൊട്ടിക്കയാണ് നമ്മുടെ